Block diagram of digital transmission and reception, information capacity, bit rate, baud rate. Block diagram. ഈ ഒരു പിക്ചറിൽ കാണുന്നതാണ് ഡിജിറ്റൽ ട്രാൻസ്മിഷൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഫസ്റ്റ് അത് ഇൻപുട്ട് സിഗ്നൽ നൽകും. അത് ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ വഴി, ഫോർമാറ്റേഴ്സ് വഴി, സോഴ്സ് എൻകോഡർ വഴി, ചാനൽ എൻകോഡർ വഴി ബേസ് ബാൻഡിലെത്തും. ബേസ് ബാൻഡിൽ നിന്ന് ചാനലിലെത്തും. ചാനലിൽ നിന്ന് ബാൻഡ് പാസ് ഡീമോഡുലേറ്ററിലെത്തും. പിന്നെ ചാനൽ ഡീകോഡറിലേക്ക് എത്തും. പിന്നെ സോഴ്സ് ഡീകോഡർ, ഡീഫോർമാറ്റേഴ്സ്, ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ, ഔട്ട്പുട്ട് സിഗ്നൽ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. പിന്നെ the essential components of a digital communication system are input source, input transducers, formatter, source encoder, channel encoder, baseband processor or bandpass modulator, channel, bandpass demodulator, channel decoder, source decoder, deformator, output transducer, output signal. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ കമ്പോണൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. Now we shall discuss the functioning of these blocks. ഈ ബ്ലോക്സിനെ കുറിച്ചുള്ള ഫങ്ഷനിങ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, ഇൻപുട്ട് സോഴ്സ്. The input source or the source of information are generally analog in nature. For example, voice signal and video signal. These signals are non-electrical quantities and hence cannot be processed directly in a digital communication system. ഒരു ഇൻപുട്ട് സോഴ്സ് അഥവാ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പൊതുവെ ജനറലി പറയുകയാണെങ്കിൽ അനലോഗാണ് നേച്ചർ. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ വോയിസ് സിഗ്നൽ, നമ്മുടെ വീഡിയോ സിഗ്നലൊക്കെ ഒരു എക്സാമ്പിളായിട്ട് ഇൻപുട്ട് സോഴ്സിനുള്ള ഒരു എക്സാമ്പിളായിട്ട് കരുതാം. അതുപോലെ തന്നെ ഇതൊരു ഇലക്ട്രിക്കൽ അല്ല, നോൺ ഇലക്ട്രിക് ക്വാണ്ടിറ്റീസ് ആണ്. ഡയറക്റ്റ്ലി ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലേക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. Input transducers. A transducer is a device which converts one form of energy into another form. Since the information from the input source are non-electrical quantity, the input transducers convert this non-electrical quantity into electrical quantity. ഒരു ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ ഒരു ഡിവൈസാണ്. ആ ഡിവൈസ് ഒരു എനർജിയിൽ നിന്നും മറ്റൊരു എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ഇതിന്നും ഒരു ഇൻഫർമേഷൻ, ഒരു ഇൻപുട്ട് സോഴ്സിനെ, ഒരു ഇൻപുട്ട് സോഴ്സ് നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആണല്ലോ, അത് ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറിനെ നമ്മളിവിടെ യൂസ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ഫോർമാറ്റർ. എ ഫോർമാറ്റർ ഇസ് യൂസ് ടു കൺവേർട്ട് ആൻ അനലോഗ് സിഗ്നൽ ഇൻ ടു എ ഡിജിറ്റൽ സിഗ്നൽ. ഒരു ഫോർമാറ്റർ എന്ന് വെച്ചാൽ ഒരു ഫോർമാറ്റ് ചെയ്യാൻ, ദാറ്റ് മീൻസ് ടു ചേഞ്ച് അനലോഗ് സിഗ്നൽ ഇൻ ടു എ ഡിജിറ്റൽ സിഗ്നൽ. So the received signal from the transducer is converted into digital signal by using the formatter. അതായത് നമുക്ക് റിസീവ് ചെയ്ത സിഗ്നൽ ട്രാൻസ്ഡ്യൂസർ വഴി ഡിജിറ്റൽ സിഗ്നലിലേക്കാക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബൈ യൂസിങ് ഫോർമാറ്റർ. ഫോർമാറ്ററും കൂടി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സിഗ്നലിനെ റിസീവ് സിഗ്നലിനെ മാറ്റുന്നത്. ഹവർ ഇഫ് ദ സോഴ്സ് സിഗ്നൽ ഇസ് ഓൾറെഡി ഇൻ ഡിജിറ്റൽ ഫോം സച്ച് ആസ് കമ്പ്യൂട്ടർ, ദെൻ വി വിൽ നോട്ട് നീഡ് എ ഫോർമാറ്റർ ഇൻ സച്ച് കേസസ്. അതായത് ഇപ്പം സപ്പോസ് നമ്മുടെ സോഴ്സ് സിഗ്നൽ ഓൾറെഡി ഒരു ഡിജിറ്റൽ ഫോമിൽ, ഇപ്പം സപ്പോസ് ഒരു കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഫോർമാറ്ററിൻ്റെ ആ ഒരു കേസിൽ ഫോർമാറ്ററിൻ്റെ ആവശ്യമില്ല. സോഴ്സ് എൻകോഡർ. ദ സോഴ്സ് എൻകോഡർ ഇസ് യൂസ് ടു compress the data into minimum number of bits. This helps in effective utilization of bandwidth. It removes the redundant bits or unnecessary excess bits, that is zeros, from the input data. ഒരു സോഴ്സ് എൻകോഡർ എന്ന് വെച്ചാൽ അത് നമ്മളെ സൈസ് ദാറ്റ് ബിറ്റ്സിനെ ഒരു മിനിമം ക്വാണ്ടിറ്റിയിലേക്ക് മാറ്റാൻ, ഒരു കംപ്രസ്, അതിന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഒരു ബാൻഡ്വിഡ്ത്തിൻ്റെ എഫക്റ്റീവ് യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പാവും. കൂടുതൽ ബിറ്റൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും ഈ ഒരു പ്രോസസ്സിലൂടെ. നെക്സ്റ്റ് ഇസ് ചാനൽ എൻകോഡർ. ദ ചാനൽ എൻകോഡർ ഡസ് ദ കോഡിംഗ് ഫോർ എറർ കറക്ഷൻ. During the transmission of signal, due to the noise in the channel, the signal may get altered. Hence, the channel encoder provides some redundant bits to the message data in order to provide an error-free data on the receiver side.
ഈ ചാനൽ എൻകോഡർ എന്ന് വെച്ചാൽ ഒരു എറർ കറക്ഷൻ, കോഡിങ്ങിലുള്ള ഒരു എറർ കറക്ഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ചാനൽ എൻകോഡർ. ഈ ഒരു ട്രാൻസ്മിഷൻ ഓഫ് ദ സിഗ്നലിൻ്റെ ട്രാൻസ്മിഷന് ഒരു നോയ്സ് ഉണ്ടെങ്കിൽ, അൺവാണ്ടഡ് നോയ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു സിഗ്നൽ അതിനെ ഓൾട്ടർ ചെയ്യും. അങ്ങനെ എറർ ഫ്രീ ഡാറ്റനെ പ്രൊവൈഡ് ചെയ്യും. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ചാനൽ എൻകോഡർ ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ബേസ് ബാൻഡ് പ്രോസസ്സർ. ഇൻ കേസ് ഓഫ് ലോ സ്പീഡ് വയർലെസ് ട്രാൻസ്മിഷൻ, ദ ബേസ് ബാൻഡ് സിഗ്നൽ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഡയറക്ട്ലി. സപ്പോസ് നമുക്കൊരു ലോ സ്പീഡ് വയർലെസ് ട്രാൻസ്മിഷനാണ് നടക്കുന്നത്. അതിൽ നമുക്ക് ബേസ് ബാൻഡ് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം, ഡയറക്റ്റായിട്ട് അതിലേക്ക് ബേസ് ബാൻഡ് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം. But when the data has to travel in a noisy atmosphere, we have to employ some features such as pulse shaping, line coding. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഡാറ്റ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു നോയ്സി, ഒരു ഓൾട്ടർ ഒന്നും ചെയ്യാത്തൊരു അറ്റ്മോസ്ഫിയർ വഴിയാണ് പോകുന്നതെങ്കിൽ നമ്മൾ പൾസ് ഷേപ്പിംഗ്, ലൈൻ കോഡിംഗ് പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് അതിന് കൊടുക്കണം. ദിസ് ടാസ്ക് ഇസ് പെർഫോംഡ് ബൈ ബേസ് ബാൻഡ് പ്രോസസ്സർ. ഈ ഒരു ടാസ്ക് ബേസ് ബാൻഡ് പ്രോസസ്സറാണ് നടത്തുക, ഈ ഒരു ലൈൻ കോഡിംഗ് ഒക്കെ നടത്താൻ. നൗ ഫോർ ഹൈ സ്പീഡ് ട്രാൻസ്മിഷൻ, ദ ഡിജിറ്റൽ ഡാറ്റ ഇസ് മോഡുലേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഹൈ ഫ്രീക്വൻസി കാരിയർ, ജസ്റ്റ് ലൈക്ക് ഇൻ കേസ് ഓഫ് അനലോഗ് ട്രാൻസ്മിഷൻ. ദിസ് ടാസ്ക് ഇസ് പെർഫോംഡ് ബൈ ദ ബേസ് ബാൻഡ് മോഡുലേറ്റർ. നമുക്കിപ്പോൾ ഒരു ഹൈ സ്പീഡ് ട്രാൻസ്മിഷനാണ് നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ ഡാറ്റനെ മോഡുലേറ്റ് ചെയ്തിട്ട് ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ ഉപയോഗിച്ചിട്ട് മോഡുലേറ്റ് ചെയ്തിട്ട് അനലോഗ് ട്രാൻസ്മിഷൻ എന്നുള്ളൊരു കേസിൽ ഡിജിറ്റൽ ഡാറ്റനെ മോഡുലേറ്റ് ചെയ്ത് ഹൈ ഫ്രീക്വൻസി കാരിയറെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നതും ബേസ് ബാൻഡ് മോഡുലേറ്റർ വഴിയാണ്. നെക്സ്റ്റ് ഇസ് ചാനൽ. ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഇസ് ദ മീഡിയ via which the signal is transmitted from the transmitting end to the receiving end. ഈ ഒരു ചാനൽ എന്ന് വെച്ചാൽ, ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് വെച്ചാൽ ഒരു മീഡിയയാണ്. ഒരു സിഗ്നൽ ഒരു എൻഡിൽ നിന്നും ഒരു ട്രാൻസ്മിറ്റിംഗ് എൻഡിൽ നിന്നും റിസീവിംഗ് എൻഡിലേക്ക് പാസ് ചെയ്യും. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് മോഡൽ അറ്റ് വിച്ച് മാക്സിമം നോയ്സ് ഇസ് ആഡഡ് ടു ദ സിഗ്നൽ. ഇതൊരു മോഡലാണ് വിച്ച് മാക്സിമം നോയ്സ് ഈ സിഗ്നലിലേക്ക് ആഡ് ചെയ്യുന്നൊരു മോഡൽ. ബേസ് ബാൻഡ് ഡീകോഡർ ഓർ ബേസ് ബാൻഡ് ഡീമോഡുലേറ്റർ. ദ ബേസ് ബാൻഡ് ഡീകോഡർ ഇസ് യൂസ്ഡ് ടു റിക്കവർ ദ ഒറിജിനൽ ഡാറ്റ ഫ്രം ദ പൾസ് ഷേപ്ഡ് ഓർ ലൈൻ കോഡഡ് ഡാറ്റ. ഒരു ബേസ് ബാൻഡ് ഡീകോഡർ ഒറിജിനൽ ഡാറ്റനെ പൾസ് ഷേപ്ഡ് ഓർ ലൈൻ കോഡിന് റിക്കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് ചാനൽ ഡീകോഡർ. ദ ചാനൽ ഡീകോഡർ ആഫ്റ്റർ ഡിറ്റക്ടിങ് ദ സീക്വൻസ് ഡസ് സം എറർ കറക്ഷൻ. ചാനൽ ഡീകോഡർ എന്ന് വെച്ചാൽ ഒരു സീക്വൻസിനെ ഡിറ്റക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ എറർ കറക്ഷൻ നടത്തും. ഡ്യൂറിങ് ദ ട്രാൻസ്മിഷൻ ദ സിഗ്നൽ മൈറ്റ് ഗെറ്റ് ഡിസ്റ്റോർട്ടഡ്. ദിസ് ഇസ് കറക്റ്റഡ് ബൈ ആഡിങ് സം റിഡൻഡൻറ്റ് ബിറ്റ്സ് ടു ദ സിഗ്നൽ. ദിസ് അഡീഷൻ ഓഫ് ബിറ്റ്സ് ഹെൽപ്സ് ഇൻ ദ കംപ്ലീറ്റ് റിക്കവറി ഓഫ് ദ ഒറിജിനൽ സിഗ്നൽ. ഇതെന്ന് വെച്ചാൽ ഒരു ഡിറ്റക്ട് ചെയ്തിട്ട് എറർ കറക്ഷൻ നടത്തുന്നത്. ദാറ്റ് മീൻസ് ബിറ്റ്സിനൊക്കെ മാറ്റി ഒരു കംപ്ലീറ്റ് റിക്കവറി, ഒരു ഒറിജിനൽ സിഗ്നലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഇസ് സോഴ്സ് ഡീകോഡർ. ദ റിസൾട്ടൻറ്റ് സിഗ്നൽ ഇസ് വൺസ് അഗെയിൻ ഡിജിറ്റൈസ്ഡ് ബൈ സാമ്പിളിംഗ് ഒരു ഡിജിറ്റൽ സിഗ്നൽ വൺസ് അഗെയിൻ ഡിജിറ്റൈസ്ഡ് ബൈ സാമ്പിളിംഗ് ആൻഡ് ക്വാണ്ടിറ്റൈസിങ് സോ ദാറ്റ് ദ pure digital output is obtained without the loss of information. The source decoder recreates the source input. ഒരു സോഴ്സ് ഡീകോഡർ റീക്രിയേറ്റ് ചെയ്യും, ഒരു സോഴ്സ് ഔട്ട്പുട്ടിനെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഴ്സ് ഡീകോഡർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഡീഫോർമാറ്റർ. ഡീഫോർമാറ്റർ കൺവേർട്സ് ദ ഡിജിറ്റൽ ഡാറ്റ ഇൻ ടു അനലോഗ് ഡാറ്റ. ഡീഫോർമാറ്ററിൻ്റെ യൂസ് എന്തെന്ന് വെച്ചാൽ ഒരു ഡിജിറ്റൽ ഡാറ്റനെ അനലോഗ് സിഗ്നലായിട്ട് convert ചെയ്യും. Output transducer. This is the last block which converts the signal into original physical form which was at input of transmitter. ഇതൊരു ലാസ്റ്റ് ബ്ലോക്കാണ്. ഈ ഒരു ദാറ്റ് മീൻസ് ഒരു ബ്ലോക്ക് ഡയഗ്രത്തിലുള്ള ഒരു ലാസ്റ്റാണ് ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇതെന്തെന്ന് വെച്ചാൽ ഒരു സിഗ്നലിനെ ഒറിജിനൽ ഫിസിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇലക്ട്രിക് സിഗ്നലിനെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ദാറ്റ് മീൻസ് ഒരു എക്സാമ്പിളായിട്ട് ലൗഡ് സ്പീക്കർ നമുക്ക് എടുക്കാം. നെക്സ്റ്റ് ഇസ് ഔട്ട്പുട്ട് സിഗ്നൽ. ദിസ് ഇസ് ദ ഔട്ട്പുട്ട് വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ദ വോൾ പ്രോസസ്. ഈ ഒരു ലാസ്റ്റ് പ്രോസസ്സ്, അതായത് ഈ ഒരു ഓരോ വഴി വന്നിട്ട് ലാസ്റ്റുള്ളവരാണ് ഔട്ട്പുട്ട് സിഗ്നൽ. ഇത് ഈ ഒരു ഹോൾ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കും.
നെക്സ്റ്റ് ഒരു പറയാനുള്ളതാണ് ഇൻഫർമേഷൻ കപ്പാസിറ്റി. In electronic communication channels, the information capacity is the maximum amount of information that can pass through a channel without error. ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ചാനലിൽ ഇൻഫർമേഷൻ കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഒരു മാക്സിമം എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഒരു ചാനൽ വഴി ഒരു എററും ഇല്ലാതെ എങ്ങനെ പാസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇൻഫർമേഷൻ കപ്പാസിറ്റി. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ചാനൽ ഗുഡ്നെസ്. The actual amount of information depends on the code, how information is represented. ഒരു ആക്ച്വൽ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഒരു കോഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഹൗ ഇൻഫർമേഷൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊരു ഷാനോൺ ഇൻഫർമേഷൻ കപ്പാസിറ്റി തിയറം ആൻഡ് ഇംപ്ലിക്കേഷൻസ്. ഷാനോൺ ഇൻഫർമേഷൻ കപ്പാസിറ്റി തിയറം states that the channel capacity of a continuous channel or a bandwidth W hertz perturbed by band limited Gaussian noise of power spectral density NO by 2 is given by CC is equal to W log 2 1 plus S by N bits or S, where S is the average transmitted signal power and the average noise power is N equal to integral minus W to W NO by 2 dW equal to N0 W. ഇതാണ് ഷാനോൺ കപ്പാസിറ്റി തിയറം. അതിലുള്ള കുറേ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യും. നെക്സ്റ്റ് ഇസ് ബിറ്റ് റേറ്റ്. ഇൻ ടെലി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, ബിറ്റ് റേറ്റ് or as a variable r is the number of bits that are conveyed or processed per unit of time. or number of bit, അതായത് അതൊരു പെർ യൂണിറ്റ് ഓഫ് ടൈമിൽ പ്രോസസ്സ് ചെയ്തതിനാണ് ബിറ്റ് റേറ്റ് ഓർ ബിറ്റ്സ് നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയും. ബിറ്റ് റേറ്റ് ദ നമ്പർ ഓഫ് ബൈനറി ബിറ്റ്സ് വൺസ് ഓർ സീറോസ് ടു ബി ട്രാൻസ്മിറ്റഡ് പെർ സെക്കൻഡ്. ബിറ്റ് റേറ്റ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ബൈനറി ബിറ്റ്സ്, ബൈനറി എന്ന് വെച്ചാൽ 1 or 0 ഒരു പെർ സെക്കൻഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ് ബിറ്റ് റേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ ബിറ്റ് റേറ്റ് ഇസ് expressed in the unit bit per second. Unit symbol often in conjunction with the SI prefix such as kilo, mega, giga or tera. The non-standard abbreviation BPS is often used to replace the standard symbol bits. So that, for example, 1 Mbps is used to mean 1 million bits per second. In most computing and digital communication environment, 1 byte per second symbol B by S corresponds to 8 bit per second. ഒരു ബിറ്റ് റേറ്റ് എങ്ങനെ എക്സ്പ്രസ്ഡ് ഇൻ യൂണിറ്റ് എന്നൊക്കെയാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് ഇസ് ബോട്ട് റേറ്റ്. ബോട്ട് റേറ്റ്. ദ ബോട്ട് റേറ്റ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് ഇൻഫർമേഷൻ ഇസ് ട്രാൻസ്ഫേർഡ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ബോട്ട് റേറ്റ് ഇസ് commonly used when discussing electronics that use serial communication. ഈ ഒരു ബോട്ട് റേറ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സിൽ ഡിസ്കസ് ചെയ്യുമ്പോഴാണ്. ദ നമ്പർ ഓഫ് ലൈൻ സിമ്പിൾസ് ട്രാൻസ്മിറ്റഡ് പെർ സെക്കൻഡ്. ബോട്ട് റേറ്റ് എന്ന് വെച്ചാൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഒരു ലൈൻ സിമ്പിൾസ് ട്രാൻസ്മിറ്റഡ് പെർ സെക്കൻഡ്, ഒരു നമ്പർ ഓഫ് ലൈൻ സിമ്പിൾസിനാണ് ബോട്ട് റേറ്റ് എന്ന് പറയുന്നത്. Then it is measured of number of changes to the signal that propagate through a transmission medium, may be higher or lower than the bit rate, which is the number of bits per second that the user can push through the transmission system. Bits will be converted into baud for transmission at the center side, and the reverse conversion will happen at the receiver end so that the user receives the bit stream that was sent. ഇതാണ് ബിറ്റ് റേറ്റ്, ബോട്ട് റേറ്റ്, ഇൻഫർമേഷൻ കപ്പാസിറ്റി, പിന്നെ ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, താങ്ക് യു.